welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഒരു നോർമൽ ഈവനിങ് ആണ് കേട്ടോ. അതായത് നാളെ ഇപ്പം നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങും പിന്നെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നാളത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇഫ് യു ആർ വാച്ചിങ് മൈ വീഡിയോ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഇഫ് യു ലൈക്ക് മൈ കോണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതിന് മുന്നേ ഇട്ട എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗിനെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ എല്ലാവരും കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടും പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത് അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു ആ വീഡിയോക്ക്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഓഫ് ഡേ ആണെൻ്റെ. അപ്പോൾ നോർമലി നമ്മൾ 1 വീക്കിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് കേട്ടോ. അതായത് അടുത്ത വീക്കിലേക്കുള്ള എല്ലാ ഗ്രോസറീസും നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇന്ന് മൺഡേ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അടുത്ത വീക്കിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഷെൻസിയോങ്. പാടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇന്ന് നൈറ്റ് കഴിക്കാനും നാളെ ഉച്ചക്കത്തേക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. നോർമലി നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലാണ് പോവാറ്. അതൊരു തമിഴ് സ്റ്റോറാണ്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. പകരം നമ്മൾ അടുത്തന്നെയുള്ള ഷെൻസിയോങ്ങിലേക്കാണ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നാട്ടിലൊക്കെ നമുക്കിപ്പോൾ അമ്മയും എല്ലാവരും കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കറിയിൽ കറിവേപ്പില ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം നമ്മൾ മുറ്റത്തേക്ക് ഓടിയിട്ട് പോയിട്ട് കറിവേപ്പില ഒക്കെ പൊട്ടിച്ച് വന്നിട്ട് നമ്മൾ കറിയിലൊക്കെ ഇടും. പക്ഷേ ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണം. ഇത് നമ്മൾ ഗ്രീൻ സ്പിനാച്ചാണ് കേട്ടോ, ചീര. അപ്പോൾ അതും പിന്നെ ചപ്പാത്തി പാക്കറ്റ് റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്യലേ വേണ്ടൂ. ഈ വർക്കിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പരത്താനും അങ്ങനത്തെ സാധനങ്ങളും ഇല്ല ഇടാം. അപ്പം നമ്മൾ റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് നോർമലി വാങ്ങിക്കാറ്. ഇപ്പം ആണെങ്കിൽ കുറേ ദിവസമായിട്ട് നമ്മൾക്ക് ചിക്കൻ കിട്ടുന്നില്ല. ലൂസായിട്ടാണ് നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പീസ് ആയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമ്മളത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾക്ക് എപ്പോഴാണോ വേണ്ടത് അതുപോലെ എടുക്കാം. പക്ഷേ ഇപ്പം നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട് ചെമ്മീൻ നോക്കി നമ്മളവിടെ. പക്ഷേ ചെമ്മീൻ്റെ സൈഡിലെ ആൾ ഓൾറെഡി അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പിന്നെ വാങ്ങിച്ചത് ചിക്കനാണ്. ചിക്കൻ്റെ ലെഗ് പീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെക്കുക. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നാൽ പിന്നെ അവിടെ ഇരുന്നിടത്തേ ആയിപ്പോവും. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് സെറ്റാക്കി എന്നിട്ട് നമ്മൾ ഫുഡാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ നമ്മളെ ഫുഡിൻ്റെ മെനു എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ അതിന് താരോപ്പരങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ലെഗ് പീസും ഉണ്ട്, അതുപോലെ തന്നെ ബ്രസ്റ്റ് പീസും ഉണ്ട്. ഇനി ഇതിന് നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ മസാലയൊക്കെ നല്ല വൃത്തിക്ക് പിടിക്കൂ. അപ്പോൾ നമുക്ക് അതിനൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തേത് വളരെ നോർമലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് മസാലയൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചിക്കനിൽ ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാൻ മസാല ഏകദേശം ഫുള്ള് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനുള്ളിൽ മിക്സ് ആക്കാനേ ആവശ്യമുള്ളതിന്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഫ്രീസറിൽ കുറച്ച് നേരം വെക്കും. എന്നിട്ട് ചോറും എല്ലാം വെക്കാനുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനാകുമ്പോൾ ഫ്രൈ ആക്കി എടുക്കും. അപ്പം ഞാനത് പറഞ്ഞത് മാറിപ്പോയതാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, ഫ്രീസറിലല്ല കേട്ടോ. അത് അറിയാണ്ട് സ്ലിപ്പായി പോയതാടോ. അപ്പം
നമ്മളിപ്പം ഞാൻ ഫ്രൈ ആക്കാൻ കാരണം നമ്മളിത് ലെഗ് പീസ് ഫ്രൈ ആക്കുന്ന സമയത്ത് ഉപ്പും ഇതൊന്നും നല്ല വൃത്തിക്ക് അതിന് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വരഞ്ഞു കൊടുത്തത്. ആ നേരം കൊണ്ട് നമ്മൾ കറി ഇടാമെന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ നമ്മളെ ഇത് കിച്ചണാണ് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ നേരെ നമ്മൾ നേരത്തെ സാധനം വാങ്ങാൻ പോയ ഷെൻസിയോങ് കാണാൻ പറ്റും. അപ്പോൾ അത്രയും അടുത്താണ് പിന്നെ നമ്മൾ പോകുന്ന മാർക്കറ്റ്. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ചായയൊക്കെ വെച്ച് ചായയെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ നാട്ടിൽ ഉള്ള ഒരു കറിയെന്ന്, അത് ഇതാണ് കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ചെറിയൊരു സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം കുളിക്കാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. ആ നേരം കൊണ്ട് എന്തെങ്കിലും ചെറിയ ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മെല്ലെ സമയം കളയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഈ സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചാടിയിരുന്നു. പിന്നെ നേരെ വന്നത് ചോറുണ്ടാക്കാനാണ്. ഇനി ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാറാവും. അതുകൊണ്ടാണ് ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്ത് പൊരിക്കുന്നത്. പിന്നെ നമ്മൾ മസാല മാരിനേറ്റ് ചെയ്തിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം നല്ല വൃത്തിക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയതിന് ശേഷം ആണ് ഞാൻ പിന്നെ ഫേസ് പാക്ക് ഇടുന്നത്. കാരണം നീതു ഓൾറെഡി ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബാക്കിയുള്ളത് ഞാനും കൂടി തേച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് പാക്ക് ഇട്ടാൽ മനസ്സിലാവില്ല. നമ്മളെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ മറ്റേ ഫേസ് പാക്കായിട്ടുള്ള ഓരോന്നുണ്ടാകുന്നില്ലേ, അപ്പോൾ അതായിരിക്കും ചെയ്യാറ്. ലാസ്റ്റ് ലെമണും കൂടി ഒന്ന് സ്ക്വീസ് ചെയ്തിടും. സോ നമുക്കൊരു ഫേസ് പാക്ക് ഇടാം. ഓക്കെ, ഇത് കോഫിയും തൈരും പിന്നെ മഞ്ഞളും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള ഫേസ് പാക്കൊക്കെ നമ്മൾ കുറേ നേരം വെച്ചിട്ട് അങ്ങനെ ഇരിക്കണം എന്നില്ല കേട്ടോ. നമ്മളൊരു 10-15 മിനിറ്റ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ്സ് വെക്കാം. ശരിക്കും എല്ലാ ഫേസ് പാക്കും 10 to 15 മിനിറ്റ്സ് മാത്രമേ വെക്കുള്ളൂ. അതിൽ കൂടുതൽ വെച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല. സോ ഇതും കൂടി കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലോണ്ട്രി മാത്രമേ ഇടാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ട് ഫുഡ് കഴിക്കും. ഈ നേരം കൊണ്ടില്ലേ നല്ല മഴ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാലാവസ്ഥ ഭയങ്കര, ഇന്നിപ്പോൾ വെയിലാണെങ്കിൽ ചിലപ്പം ആ നേരം തന്നെ മഴ പെയ്തിട്ടുണ്ടാവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനാകുമ്പോഴത്തേക്കും നല്ല മഴക്കാറും ഇടിയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു ലുക്കാണ്. അങ്ങനെ ഫുഡൊക്കെ TV നോക്കിക്കൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പം അതിന് ശേഷം ഞാൻ ചെറുങ്ങനെ സ്കിൻ കെയറും ബോഡി കെയറും അതുപോലെ തന്നെ ഹെയർ കെയറൊക്കെ ചെറുങ്ങനെയായിട്ട് ചെയ്തു. അപ്പം ഇത് നോർമലി ഒരു സിമ്പിൾ ഈവനിങ് റുട്ടീനാണ്. ഗ്രോസറി ഷോപ്പിങ്സും അതുപോലെ തന്നെ സെൽഫ് കെയറും കുക്കിങ്ങും ആയി അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. അപ്പം ഞാനെപ്പം ഐ പാച്ച് ഇപ്പോൾ കുറച്ച് സൈറ്റ് ഇടുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഡാർക്ക് സർക്കിൾസ് പോകുന്നതാണ് പറയുന്നത്, അറിയില്ല. പിന്നെ ഞാനിതെപ്പോഴും ഫ്രിഡ്ജിലാണ് ഞാൻ സ്റ്റോർ ചെയ്യൽ. അപ്പോൾ അത് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പോരാത്തതിന് നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ഇതും ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പിൽ ഓഫ് ചെയ്ത് കളയാം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് സെൽഫ് കെയർ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഇപ്പം ഞാൻ കുളിച്ച് വന്നു. എൻ്റെ സ്കിൻ കെയറും പിന്നെ ചെറിയൊരു ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ഓഫ് ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഈവനിങ് തൊട്ടാണ് ഞാനിന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നതേക്കും വരെ see you, bye. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, until then, bye, good night.